പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മഴ പോലെ ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിച്ചു തരുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹം നമ്മുടെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിത രീതിക്ക് ചില ഓർഡറൊക്കെ അതിന് വേണം. ഈ അനുഗ്രഹം തുറന്നെടുക്കണമെങ്കിൽ ചില ബേസിക് കീസ്, താക്കോല് നമ്മുടെ കയ്യിൽ കാണണം. എങ്കിൽ മാത്രമേ നമുക്കെല്ലാം പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തത് എല്ലാം. ആ കീയ് നമ്മെ പെർഫെക്ഷനിലേക്ക് നയിക്കുന്നൊരു വിളിയല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടതിന് വേണ്ടി ആയിരിക്കാം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അനേക വാക്യങ്ങൾ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. അൺലോക്ക് ദ ബ്ലെസ്സിങ്സ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6:38 എന്നത് ചിന്തയ്ക്ക് ആസ്പദമായി എടുക്കുന്നു. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരൂ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. പ്രൈസ് ഗോഡ്. ആദ്യത്തെ ഒരു കാര്യം, അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് വേണ്ടത് സ്നേഹമാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. യേശു കർത്താവിൻ്റെ പോലത്തെ സ്നേഹം, ക്രൈസ്റ്റ് ലൈക്ക് ലവ്, അത് പലതിനെയും മറയ്ക്കും. എല്ലാ കാര്യത്തെയും എക്സ്പോസ് ചെയ്യുന്നത് അല്ല. അത് മറയ്ക്കുമെന്ന് മാത്രമല്ല, അത് നമ്മെ ഉയർത്തും. തന്നെയുമല്ല, ഓരോ സമയവും ആ സ്നേഹമുണ്ടല്ലോ പോയിൻ്റ് ചെയ്യുന്നത് യേശു കർത്താവിനെയാണ്. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുക, കരുണയുള്ളവരായിരിക്കുക, ക്ഷമിക്കുക, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആരെല്ലാം നമ്മെ കേഴ്സ് ചെയ്താലും പേഴ്സിക്യൂട്ട് ചെയ്താലും നമ്മൾ സ്നേഹിക്കാൻ മറന്നു പോകരുത്. സ്നേഹം നമ്മളിൽ ഇല്ലാതെ പോകരുത്. പക്ഷെ അതിന് കിട്ടുന്ന റിവാർഡ് കണ്ടില്ലയോ, എത്രയോ വലിയതാണ്. കൊടുക്കുന്ന അളവിനാൽ തന്നെ നമുക്ക് അളന്നു തരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരോട് നന്ദിയുള്ളവനായിരുന്നു. കാരണം അവരിൽ നിന്ന് ചിലതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയതുകൊണ്ടല്ല, അവർക്ക് ദൈവമേറിയ പ്രതിഫലം തരുമല്ലോ എന്ന് ഓർത്ത് പൗലോസിന് ഒരു സന്തോഷമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഫിലിപ്പിയൻസ് 4:15-20. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തെങ്കിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ട് സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പിഫ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്നിട്ട് പറയുക, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട്. നമുക്കിങ്ങനെ പറയാം, എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തണോ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ദൈവവും പിതാവുമായതിന് എന്നേക്കും മഹത്വം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അയച്ചു കൊടുത്തതിന് പ്രൈസ് ഗോഡ്. പൗലോസ് പറയുന്ന അവർക്ക് അനുഗ്രഹം ലഭിക്കും. എന്തുകൊണ്ടാണ്? പൗലോസിൻ്റെ ആഗ്രഹം അതാ, കണക്കിലേറുന്ന അനുഗ്രഹം അവർക്ക് ലഭിക്കണം. അവർക്ക് ധാരാളം അനുഗ്രഹം ലഭിക്കണമെന്ന്.
അതുപോലെ ജനറോസിറ്റി, അതും പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ടല്ലേ. നന്ദിയുള്ളൊരു ഹൃദയം. അവൻ റിസീവ് ചെയ്യുന്നതിൽ മാത്രമല്ല, അവർക്ക് പൗലോസിന് കൊടുത്തതുകൊണ്ട് ദൈവം അവർക്ക് ഫലം കൊടുക്കുമല്ലോ, റിവാർഡ് കൊടുക്കുമല്ലോ എന്നുള്ള ചിന്തയാൽ പൗലോസിന് സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, ഒരു പ്രീച്ചർ അല്ലെങ്കിൽ ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഇവരെയൊക്കെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ പ്രേരണ തന്നിട്ട് നാം അവരെ സെർവ് ചെയ്യാറില്ലേ, നമ്മുടെ റിസോഴ്സിൽ നിന്ന് നാം അവരെ സപ്പോർട്ട് ചെയ്യാറില്ലേ. അതൊരു സാക്രിഫൈസായിട്ട് കരുതി മക്കളെ കൊടുക്കണം. ഗിവ് ജനറസ്ലി സോ യു മേ ബി ബ്ലെസ്ഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. നമ്മുടെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ സ്പിരിറ്റ് ഓഫ് താങ്ക്സ് ഗിവിങ് കാണണം. അതുപോലെ സ്പിരിറ്റ് ഓഫ് പ്രൈസ്, ഇത് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനറസായിട്ട് കൊടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പറ്റത്തില്ല. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2 കൊരിന്ത്യർ 9 അതിൻ്റെ 8 വാക്യം ഇങ്ങനെ പറയുന്നു. 2 Corinthians chapter 9:8 സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ സ്പെയറിംഗ്ലി കൊടുക്കാനല്ല പറയുന്നത്, ജനറസ്ലി കൊടുക്കണമെന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. നമുക്കുള്ള ഒരു പോർഷൻ്റെ വീതം നാം കൊടുക്കണം. നമ്മൾ മിനിസ്ട്രിയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ജനത്തെ ദൈവത്തിലേക്ക് നാം ആകർഷിച്ച് എടുക്കണം. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്തുതിയും ദൈവസന്നിധിയിൽ എത്തണ്ടേ ദൈവവൈതലേ. പ്രൈസ് ഗോഡ്. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനോട് ഇടപെടും. നീ പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല ദൈവം നിന്നെ നടത്തുന്നത്. നീ ഇപ്പോൾ പ്രൊസസ് ചെയ്ത് വെച്ചിരിക്കുന്ന അനുഗ്രഹമല്ല ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനഭാഗങ്ങളൊക്കെ കേൾക്കാൻ നമുക്കിടയാകുന്നത് വലിയ സന്തോഷം ഉള്ളിൽ തരുന്നില്ലേ? പക്ഷെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം വലുതാണ്? ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ എത്രമാത്രം സ്ട്രോങ്ങാണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബിക്കോസ് ദ ക്ലോസർ യു ആർ ടു ഗോഡ് ദ മോർ യു നോ ഹിം, അല്ലേ? ആൻഡ് ദ മോർ യു നോ ഓഫ് ഹിസ് ക്യാരക്ടർ ആൻഡ് വിൽ, ദ ഗ്രേറ്റർ യുവർ എക്സ്പെക്റ്റേഷൻ ഓഫ് സച്ച് എ ഗ്രേറ്റ് ഗോഡ്. എത്ര വലിയ ഒരു കാര്യമാണ്! വാട്ട് എ ഗ്രേറ്റ് ന്യൂസ്, അല്ലേ? പ്രൈസ് ഗോഡ്. യെശയ്യാപ്രവചനം 54 അതിൻ്റെ 17 വാക്യം, ഐസായ 54:17 ഇങ്ങനെ പറയുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ടീച്ചിങ് ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. നമ്മളാരും പെർഫെക്റ്റായിട്ടിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. കാരണം ആരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് കുഞ്ഞെ, നീ നിൻ്റെ കുറവുകളോട് തന്നെ അവൻ്റെ സന്നിധാനത്തിൽ വരണം. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ വെടിഞ്ഞിട്ട്, നമ്മുടെ ജഡമായിരിക്കരുത് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ ആത്മാവായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ ആഗ്രഹവും എന്തായിരിക്കണം? ഹൃദയത്തിലെ ഒരു നീതിയുള്ള മനുഷ്യനായി, ഒരു നീതിയുള്ള സഹോദരിയായി ജീവിച്ച് ദൈവത്തെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. അങ്ങനെ എലിജിബിളായിട്ടുള്ള വ്യക്തികളെ
എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ദൈവം തനിക്ക് വേണ്ടി യൂസ് ചെയ്യും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനനുസരിച്ച് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ആ കോളിങ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. വെപ്പൺസ് ഓഫ് വാർഫെയർ നമ്മുടെ നേരെ വന്നു എന്നിരിക്കും, പക്ഷെ നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിനക്കതിൽ നിന്ന് ദോഷം വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യെസ്, വെപ്പൺസ് ആൻഡ് ഓപ്പോസിഷൻ കം, ബട്ട് ദേ വിൽ നോട്ട് പ്രോസ്പർ. കുഞ്ഞെ, നിനക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുമോ? ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ മഹത്വമുള്ള നാമത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം കരയേറ്റുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ്റെ ഗുണം, ദൈവേഷ്ടം ചെയ്ത് ജീവിപ്പാൻ്റെ ഗുണം, ദൈവം ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ക്ഷയവും വാട്ടവും മാലിന്യവുമില്ലാത്ത അവകാശം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന ഘടനയിൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.